ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഖത്തറിലെയും സൗദിയിലെയും ബഹ്റൈനിലെയും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം. അടുത്ത 2 മണിക്കൂർ നിർണായകമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവാസികളിലെ പേടിക്കേണ്ടത് നാട്ടിലുള്ള ഈ ന്യൂസുകാരെയാണ് പേടിക്കേണ്ടത്. പ്രവാസ ലോകത്ത് ഇപ്പോൾ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധങ്ങൾ, അതിൽ അമേരിക്കൻ്റെ നമ്മൾ കേൾക്കുന്ന തന്നെ. പക്ഷെ ഇവിടെ ഇല്ലാത്ത ഒരുപാട് ന്യൂസുകളാണ് നമ്മുടെ ചാനൽ പടച്ച് വിടുക എന്നുള്ളത്. ഈ ഒരു സ്ത്രീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫുട്ബോളിൻ്റെയോ ക്രിക്കറ്റിൻ്റെയോ കമൻട്രി പറയുന്നുണ്ട്. ക്രിക്കറ്റിൽ എന്തായാലും ഉണ്ടായില്ല, ഫുട്ബോളിൻ്റെ കമൻട്രി പറയുന്നത്. അത് ആ ഒരു ഫോർവേഡ് പോവുകയാണ്, ആ ഫോർവേഡ് അത് ബാക്ക് പാസ് കൊടുത്തിട്ട് ഗോളിയിലേക്ക് ഇട്ട് എന്നൊരു രീതിയാണ് അവരുടെ സംസാരം. എത്രത്തോളം മതം പതിച്ചു പോയല്ലോ നമ്മുടെ കേരളത്തിലെ ചില ന്യൂസ് ചാനലുകൾ. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പ്രായമായ ഉമ്മമാരുണ്ടല്ലോ, പേടിച്ചിട്ട് അവർ ഞെട്ടിയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ. സത്യത്തിനും ഗൾഫ് രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത്ര പേടിപ്പെടുത്തുന്നത് ഒന്നും ഇന്ന് വരെ ആയിട്ടും വന്നിട്ടില്ല. കാരണം വെച്ചാൽ അവർ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഏതൊരു രാജ്യത്തിൻ്റെ ഈ ഗൾഫ് കണ്ട രാജ്യത്തെ മിലിറ്ററിയും എല്ലാം സ്ട്രോങ് ആണ്. അവരിൽ നിന്നൊരു ഡോൺ വരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് അതിനെ പൊട്ടിച്ച് വിടുകയാണുള്ളത്. അതിൻ്റെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും. അതല്ലാണ്ട് വല്ല കൂടുതലായിട്ട് അപായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നുണ്ട് ഈ ചാനലുകാരാണ്. ഇത് മാത്രമല്ല, ആ സ്ത്രീ ആ ന്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് പേടിപ്പിക്കുന്നുള്ളത്? ഇത് നിങ്ങൾ കേട്ട് നോക്കണം. ഇതിൽ കേൾക്കുമ്പോൾ ഇല്ലേ നമ്മൾ എന്താ അതിന് പറയുന്നത്, പറയാൻ വാക്കുകളില്ല. ഒരുപാട് പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ന്യൂസുമായിട്ടാണ് ഈ നമ്മുടെ കേരളത്തിലെ ചില ചാനലുകാർ സംസാരിക്കുന്നുള്ളത്. അവർക്ക് എന്താണ് റൈറ്റിംഗ് ചെയ്യാൻ ഇതാണോ ആവശ്യം? പക്ഷെ എങ്ങനെ ഒരാളെ പേടിപ്പിച്ചിട്ടും അത് നമ്മളെ രാജ്യത്ത് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ന്യൂസ് കൊടുക്കുമ്പോൾ ഇല്ല, നിങ്ങൾ കൂടുതലൊന്ന് നല്ല ന്യൂസ് കൊടുക്കുക. കാരണം വെച്ചാൽ ഇത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു സംഭവമില്ല. പക്ഷെ ഈ സ്ത്രീൻ്റെ ന്യൂസിലുണ്ടല്ലോ ഒരുപാട് പേടിപ്പെടുത്തുന്ന സംഭവമാണ്. കേൾക്കാറില്ല. ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. മറുഭാഗത്ത് ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം നടത്തുന്നു. അമേരിക്കൻ എയർബേസ് ലക്ഷ്യമിട്ടുള്ള മിസൈലുകൾ തടഞ്ഞതായി ഖത്തർ പറയുമ്പോഴും നിരവധി ഇടങ്ങളിൽ തുടർച്ചയായി സ്ഫോടനം ഉണ്ടാകുന്നു. ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം. എന്തും സംഭവിക്കാം പശ്ചിമേഷ്യയിൽ എന്നതാണ് ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. സായികുമാർ, അത് തന്നെയാണ് സാഹചര്യം. എന്ത് സംഭവിക്കുന്നു? ഓരോ നിമിഷത്തിലും എവിടെയൊക്കെ മിസൈലുകൾ വരുന്നു, എവിടെയൊക്കെ ബോംബ് പൊട്ടുന്നു എന്ന് നിർവചിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ യുദ്ധം ശക്തി പ്രാപിക്കുകയാണ്. തീർച്ചയായും വിനീത, തങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾ, ഗൾഫിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് ഇറാൻ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ ന്യൂസ് കേൾക്കുമ്പോൾ ആരും പേടി തോന്നിയില്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾക്കത് തോന്നണ്ട? കാരണം നാട്ടിൽ ഇപ്പം എല്ലാവരും ഗൾഫിലത്തെ ഓരോരാളും, ഗൾഫ് കൺട്രിയിലത്തെ ഓരോരാളും പേടിയുള്ളതാരെന്നാ നമ്മുടെ നാട്ടിലത്തെ ന്യൂസ് ചാനലിൻ്റെയാണ്. ഒന്ന് കിട്ടുമ്പോൾ അതിനെ പെരുപ്പിച്ചിട്ട് വിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുള്ളത്? ഇതിലെന്ത് കാര്യം? നിങ്ങൾക്ക് റൈറ്റിംഗ് ആണോ വേണ്ടത്? അതിന് ഇങ്ങനെ മറ്റുള്ളവർ ഇതാക്കിയിട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യം. നിങ്ങൾ കൊടുക്ക്, ശരിയായ ന്യൂസ് കൊടുക്ക്. നിങ്ങളെ ബ്യൂറോ ആൾക്കാരെല്ലാം ഉണ്ടാകുന്നില്ല ഓരോ രാജ്യത്തും, അവരോട് വിളിച്ച് ചോദിച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്ക്. നിങ്ങൾ ഈ സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിളിച്ച് പറയുന്നത് എന്താവശ്യത്തിന്? ഇപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത് നമ്മുടെ നാട്ടിലുള്ള ചാനലാണ്. ചില ചാനൽ കേട്ടാ, ചില ചാനലുകൾ ഈ കൊടുക്കുന്ന ന്യൂസ് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില ചാനലുകൾ അത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിതാ അൽ ജസീറാന്നോ അങ്ങനത്തെ ചാനലിൽ നോക്കിയിട്ട് നിങ്ങൾ വ്യക്തത വരുത്തുക. അല്ലാണ്ട് ഇവരെ പോലെയുള്ള ഈ ചാനൽ, ഇത് ഏത് ചാനൽ ഞാൻ പേര് പറയുന്നില്ല, ആ ചാനൽ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്തിനാ നിങ്ങൾ തകർച്ചയിലേക്ക് പോകും ഇങ്ങനെയാണെങ്കിൽ.
നിങ്ങളെ ചാനലിൽ ആയിക്കോട്ടെ അറിഞ്ഞ ആൾക്കാർക്ക് ആളുകളെ പേടിപ്പിക്കുന്ന ഓരോ ന്യൂസ് വിട്ടിട്ട് ഷട്ട്